ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം 7-ാം അധ്യായം 7-ാമത്തെ ശ്ലോകം വരെ എടുത്തു ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ സപ്തമോധ്യായഃ. ശ്രീശുകൗവാച ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനസുതോ ബുധഃ പ്രീണയന്നിവ ഭാരത്യ വിതുരപ്രത്യഭാഷത. ബ്രഹ്മൻ കഥം ഭഗവതശ്ചിന്മാത്രസ്യ വികാരിണഃ ലീലയാ ചാപി യുജ്യേരൻ നിർഗുണസ്യ ഗുണാക്രിയാഃ. ക്രീഡയാമുദ്യമോർഭസ്യ കാമശ്ചിക്രീഡിഷാന്യതഃ സ്വതസ്തൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സദാന്യതഃ. അസ്രാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായയാ തയാ സംസ്ഥാപയത്യേതത് ഭൂയ പ്രത്യഭിധാസ്യതി. ദേശതക്കാലതോയോസാവസ്ഥാത് സ്വതോന്യതഃ അവിലുപ്താവബോധാത്മാ സംയുജ്യേതാജയാ കഥം. ഭഗവാൻ ഏക ഏവൈഷ സർവക്ഷേത്രേഷ്വവസ്ഥിതഃ അമുഷ്യദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിഃ കുതഃ. ഏതസ്മിൻ മേ മനോ വിദ്വൻ ഖിദ്യതേ ജ്ഞാനസങ്കടേ തന്ന പരാണുത വിഭോ കശ്മലം മാനസം മഹത്. അടുത്തത് 8-ാമത്തെ ശ്ലോകം. ശ്രീശുകൗവാച സയിത്തം ചോദിതക്ഷത്രാ തത്വജിജ്ഞാസുനാ മുനിഃ പ്രത്യാഹ ഭഗവച്ചിത്തം സ്മയന്നിവ ഗതസ്മയഃ. സയിത്തം ചോദിതക്ഷത്രാ തത്വജിജ്ഞാസുനാ മുനിഃ പ്രത്യാഹ ഭഗവച്ചിത്തം സ്മയന്നിവ ഗതസ്മയഃ. അപ്പം ആ തത്വം അറിയാൻ ആഗ്രഹിക്കുന്ന ആ വിതുരനാൽ തത്വജിജ്ഞാസുന ക്ഷത്രാ ചോദിതഃ ചോദിക്കപ്പെട്ട ആ മുനി മൈത്രേയ മഹർഷി ഗതസ്മയഃ ഗർവില്ലാതെ ആ ഭഗവാനിൽ ചിത്തം ഉറപ്പിച്ച് ഭഗവത് ചിത്തഃ സ്മയന്നിവ ഗതസ്മയഃ പുഞ്ചിരിക്കുമാറ് ഇപ്രകാരം മറുപടി പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങള് തത്വജിജ്ഞാസുന തത്വമറിവാൻ ആഗ്രഹിക്കുന്ന, ക്ഷത്ര വിതുരരാൽ, ഇത്തം ഇപ്രകാരം, ചോദിതഃ ചോദിക്കപ്പെട്ട, സഹ മുനിഹി ആ മുനി, ഗതസ്മയഃ ഗർവില്ലാതെ, ഭഗവത് ചിത്തഃ ഭഗവാനിൽ ചിത്തം സമർപ്പിച്ച്, സ്മയൻ ഇവ പുഞ്ചിരിക്കുമാറ്, പ്രത്യാഹ മറുപടി പറഞ്ഞു. എന്നുകൂടി പറയാം. തത്വജിജ്ഞാസുന തത്വമറിവാൻ ആഗ്രഹിക്കുന്ന, ക്ഷത്ര വിതുരരാൽ, ഇത്തം ഇപ്രകാരം, ചോദിതഃ ചോദിക്കപ്പെട്ട, സഹ മുനിഹി ആ മുനി, ഗതസ്മയഃ ഗർവില്ലാതെ, ഭഗവത് ചിത്തഃ ആ ഭഗവാനിൽ ചിത്തം സമർപ്പിച്ച്, സ്മയൻ ഇവ പുഞ്ചിരിക്കുമാറ്, പ്രത്യാഹ മറുപടി പറഞ്ഞു. അതിലത്തെ അന്വയം തത്വജിജ്ഞാസുന ക്ഷത്ര ഇത്തം ചോദിതഃ സഹ മുനിഃ ഗതസ്മയഃ ഭഗവത് ചിത്തഃ സ്മയൻ ഇവ പ്രത്യാഹ. എന്നുകൂടി പറയാം. തത്വജിജ്ഞാസുന ക്ഷത്ര ഇത്തം ചോദിതഃ സഹ മുനിഃ ഗതസ്മയഃ ഭഗവത് ചിത്തഃ സ്മയൻ ഇവ പ്രത്യാഹ. തത്വമറിവാൻ ആഗ്രഹിക്കുന്ന ആ വിതുരരാൽ, ഇപ്രകാരം ചോദിക്കപ്പെട്ട ആ മുനി, ഗർവില്ലാതെ ഭഗവാനിൽ ചിത്തം സമർപ്പിച്ച് പുഞ്ചിരിക്കുമാറ് മറുപടി പറഞ്ഞു. ഒന്നും കൂടി പറയാം. തത്വമറിവാൻ ആഗ്രഹിക്കുന്ന വിതുരരാൽ, ഇപ്രകാരം ചോദിക്കപ്പെട്ട ആ മുനി, ഗർവില്ലാതെ ഭഗവാനിൽ ചിത്തം സമർപ്പിച്ച് പുഞ്ചിരിക്കുമാറ് മറുപടി പറഞ്ഞു. തത്വങ്ങൾ അറിവാനുള്ള ആഗ്രഹം ഹേതുവായിട്ട് വിതുരർ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ അവയിൽ അത്ഭുതപ്പെടാത്തവനായിട്ട് മന്ദസ്മിതം തൂകിക്കൊണ്ട് എന്ന പോലെ ആ മൈത്രേയൻ അവയ്ക്ക് മറുപടി പറയാൻ ആരംഭിച്ചു. ശ്രീശുകൻ പരീക്ഷത്തിനോട് അരുളി ചെയ്തു. പറഞ്ഞിരിക്കുന്നത്, ആ മുനി ഇങ്ങനെ തത്വമറിവാൻ ആഗ്രഹിക്കുന്ന വിതുരരാൽ പ്രേരിതനായിട്ട് ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ച് ചിരിച്ചില്ലെങ്കിലും ചിരിക്കുന്നവനെ പോലെ പറഞ്ഞു. ശ്രീശുകൻ അരുളി ചെയ്തു, പരമാർത്ഥമായ സംഗതി അറിവാനുള്ള ആഗ്രഹം നിമിത്തം വിതുരർ ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ മൈത്രേയ മുനിക്ക് ആശ്ചര്യം തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ സാമാന്യേന വിതുരരെ പോലെയുള്ള പണ്ഡിതന്മാർക്കും സംശയം ജനിപ്പിക്കുവാൻ തക്ക വിധമുള്ള ലീല തന്നെയാണ് ഭഗവാൻ നടത്തുന്നത് എന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായി.
എങ്കിലും ഈ വിധം ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനം പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അപ്പം ഇതിൽ ശ്രീശുക ഉവാച ഹേ നൃപ ഏവം വിദുരേണ പ്രേരിതോ മൈത്രേയസ്തം പ്രത്യാഹ. ഇത്രേ ഇത് വ്യാഖ്യാനത്തിൽ പറയുന്നുള്ളൂ. ശ്രീശുക ഉവാച ഹേ നൃപ, അല്ലയോ രാജാവേ, ഏവം ഇപ്രകാരം വിദുരേണ പ്രേരിതോ, വിദുരനാൽ പ്രേരിക്കപ്പെട്ടിട്ട് മൈത്രേയൻ മറുപടി പറഞ്ഞു. പ്രത്യാഹ. അടുത്ത ശ്ലോകം നോക്കാം. മൈത്രേയ ഉവാച. അപ്പം ഇതിൽ നയത്തിന് ആ തർക്കയുക്തിക്ക് യോജിക്കാത്തത് യാതൊന്നോ അതാണ് ഭഗവാന്റെ മായ. മുക്തനായിരിക്കുന്ന ഈശ്വരന് ദൈന്യവും ബന്ധവും വരികയെന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. ഇതാണ് ഭഗവാന്റെ വാദം. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്. മൈത്രേയ ഉവാച സേയം ഭഗവതോ മായ യന്നയേന വിരുദ്ധ്യത്തെ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യം ഉദബന്ധനം. സേയം ഭഗവതോ മായ യന്നയേന വിരുദ്ധ്യത്തെ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. മുക്തന് ദീനതയും, മുക്തി കിട്ടിയവന് ദൈന്യത, അതുപോലെ പിന്നെ ബന്ധനവും ഉണ്ടാവുന്നു എന്നത് അത് ഭഗവാന്റെ മായ കൊണ്ടാണ്. അത് താർക്കിക യുക്തിക്ക് പൊരുത്തപ്പെടാത്തതാണ്. തർക്കത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയം. അപ്പോൾ ഇതിൻ്റെ പദങ്ങൾ നോക്കാം. വിമുക്തസ്യ, മുക്തന്, കാർപ്പണ്യം, ദീനതയും, മുക്തന് ദീനതയും, ഉദ പിന്നെ ബന്ധനവും ഉണ്ടാവുന്നു, യത് എന്നത് യാതൊന്നോ, സാ ഇയം അത് ഈ ഭഗവതഃ ഭഗവാനായ ഈശ്വരസ്യ ഈശ്വരൻ്റെ മായയാണ്. തത് നയേന അത് താർക്കിക യുക്തിക്ക് വിരുദ്ധ്യത്തെ പൊരുത്തപ്പെടാത്തതാണ്. ഒന്നുകൂടി പറയാം. വിമുക്തസ്യ ആ മുക്തന് കാർപ്പണ്യം ദീനതയും, ഉത പിന്നെ ബന്ധനവും ഉണ്ടാവുന്നു, യത് എന്നത് യാതൊന്നോ, സാ ഇയം അത് ഈ ഭഗവതഃ ഭഗവാനായിട്ടുള്ള ഈശ്വരസ്യ ആ ഈശ്വരൻ്റെ മായയാണ്. തത് നയേന അത് താർക്കിക യുക്തിക്ക് വിരുദ്ധ്യതേ പൊരുത്തപ്പെടാത്തതാണ്. ഇതിലെ അന്വയം വിമുക്തസ്യ കാർപ്പണ്യം ഉത ബന്ധനം യത് സാ ഇയം ഭഗവതഃ ഈശ്വരസ്യ മായ നയേന വിരുദ്ധ്യതേ. ഒന്നുകൂടി പറയാം. വിമുക്തസ്യ കാർപ്പണ്യം ഉത ബന്ധനം യത് സാ ഇയം ഭഗവതഃ ഈശ്വരസ്യ മായ തത് നയേന വിരുദ്ധ്യത്തെ. അതിലത്തെ അർത്ഥം വരുന്നത് ആ മുക്തന് ദീനതയും ബന്ധനവും ഉണ്ടാവുന്നു എന്നത് യാതൊന്നോ അത് ഭഗവാനായിരിക്കുന്ന ആ ഈശ്വരൻ്റെ മായയാണ്. താർക്കിക യുക്തിക്ക് പൊരുത്തപ്പെടാത്തതാണ് അത് മായ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ആ മുക്തന് ആ ദീനതയും ബന്ധനവും ഉണ്ടാവുന്നു എന്നത് യാതൊന്നോ അത് ഭഗവാനായിരിക്കുന്ന ആ ഈശ്വരൻ്റെ മായ കൊണ്ടാണ്. അത് ആ താർക്കിക യുക്തിക്ക് പൊരുത്തപ്പെടാത്തതാണ് എന്നാണ് പറയുന്നത്. ന്യായ വൈശേഷികാദി ശാസ്ത്രങ്ങളിൽ ഓരോ തത്വങ്ങളും സമർത്ഥിക്കുന്നത് യുക്തിയെ ആസ്പദിച്ചിട്ടാണ്. യുക്തിയാണ് തത്വദർശനത്തിൻ്റെ മാനദണ്ഡം. അതിനെ അവലംബിച്ചാണ് വിതുരൻ പ്രശ്നങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഈശ്വരമായയുടെ സ്വഭാവം തന്നെ അത് യുക്തിക്ക് നിരക്കുകയില്ല എന്നതാണ്. യോജിക്കാത്ത കാര്യങ്ങൾ എവിടെ നടക്കുന്നുവോ അവിടെയെല്ലാം ഈശ്വരൻ്റെ മായാവിലാസം വിളയാടുന്നുവെന്നർത്ഥം. അതിനാൽ മുക്തന് ബന്ധനവും ദൈന്യാദികളും സിദ്ധിക്കുന്നതായിട്ട് തോന്നുന്നത് മായാശക്തി ഹേതുവായിട്ടാണെന്ന് അർത്ഥം. മായയാകുന്ന ആവരണം മാറ്റിയാൽ ആ യുക്തിക്ക് നിരക്കാത്തത് ആയിട്ട്
യാതൊന്നുമില്ലെന്ന് കാണാം. ഇവിടെ പറയുന്നത് നിത്യമുക്തനും ഈശ്വരനിൽ നിന്നും അഭിന്നനുമായിട്ടുള്ള ആ ജീവന് അജ്ഞാനത്താൽ ബന്ധവും തന്നിമിത്തമായിട്ടുള്ള കൃപണതയും ദൈന്യതയും വരുന്നുവെന്നതും യുക്തിവിരുദ്ധമാണ്. ആ വൈരുദ്ധ്യ ശക്തിയാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. മൈത്രേയൻ അരുളി ചെയ്തു, വികാരം ഇല്ലാത്തവന് ക്രിയ, ഗുണാതീതന് ഗുണങ്ങൾ, സ്വതസ്സംതൃപ്തനും ഏകാഗിയുമായവന് ലീല, ജ്ഞാനസ്വരൂപന് അജ്ഞാനരൂപമായിരിക്കുന്ന മായയോടുള്ള സംബന്ധം, ഭഗവതംശമായ ജീവന് സ്വരൂപാനന്ദ ഭ്രംശം നിമിത്തം ദൈന്യം, നിത്യമുക്തന് ബന്ധനം എന്നിങ്ങനെയുള്ളവ ഒന്നിനൊന്ന് വിരോധമായിട്ടുള്ളത് സംഭവിക്കുന്നത് എങ്ങനെ എന്നാണല്ലോ അങ്ങയുടെ തർക്കയുക്തിക്ക് ഘടിപ്പാൻ തരമില്ലാതെ കാണുന്ന സംഗതികൾ. എന്നാൽ ഈ മാതിരി വിരുദ്ധ സംഗതികളുടെ അന്യോന്യ ഘടന തന്നെയാണ് ഈശ്വരന്റെ ഇച്ഛാരൂപമായ മായയുടെ വിലാസം. ഭഗവതിച്ഛ തന്നെ അസർവത്തിനും കാരണം. യുക്തിവിരോധം കൂടാതെ ഘടിക്കാവുന്ന സംഗതികൾ യോജിച്ച് കാണുന്നതിൽ ആശ്ചര്യപ്പെടുവാൻ അവകാശമില്ലല്ലോ. യോജിപ്പാൻ വിരോധമാണെന്ന് ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങളെ യോജിപ്പിക്കുന്നത് തന്നെ ഈശ്വരേച്ഛയുടെ മഹിമയാകുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. മൈത്രേയ ഉവാച സേയം ഭഗവതോ മായ യാ തർക്കേണ ന ജ്ഞായത്തെ. ആ ഭഗവാന്റെ ആ മായയെ തർക്കം കൊണ്ട് അറിയാൻ സാധ്യമല്ല ഉള്ളതാണ് അവിടെ പറയുന്നത്. ഒന്നുകൂടി പറയാം. മൈത്രേയ ഉവാച സേയം ഭാഗവതോ മായ യാ തർക്കേണ ന ജ്ഞായത്തെ. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യഃ പ്രതീയത ഉപദ്രഷ്ടു സ്വശിരച്ഛേദനാദികഃ. യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യഃ പ്രതീയത ഉപദ്രഷ്ടു സ്വശിരച്ഛേദനാദികഃ. സ്വപ്നം കാണുന്നവന് ഉപദ്രഷ്ടം എന്ന് പറയുന്ന സ്വപ്നം കാണുന്നവന് ശരിക്കില്ലാത്ത സ്വന്തം ശിരസിൻ്റെ ഛേദവും മറ്റും തോന്നുക. ഈ ആത്മാവിന് അതിലൊക്കെ വൈപരീത്യം അനുഭവപ്പെടുന്നു. സ്വപ്നം കാണുന്നവന് ശരിക്കില്ലാത്ത അനുഭവങ്ങൾ, സ്വന്തം തലവെട്ടി എന്നൊക്കെയുള്ള അനുഭവം അത് തോന്നുന്നു. അതുപോലെ ഈ ആത്മാവിന് തന്നിൽ നിന്നും വിപരീതമായിട്ടുള്ള ഭാവം തോന്നുമ്പോഴാണ് ഈ മായയുടെ പ്രഭാവം അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഉപദ്രഷ്ടും സ്വപ്നം കാണുന്നവന്, അർത്ഥേന വിന ശരിക്കില്ലാത്ത, സ്വശിരച്ഛേദനാദികം യത് സ്വശിരച്ഛേദവും മറ്റും, പ്രതീയത്തെ തോന്നുന്നു അതുപോലെ, അമുഷ്യപുംസഃ ഈ ആത്മാവിന് തന്നിൽ നിന്ന് ആത്മവിപര്യഃ വൈപരീത്യഭാവം തോന്നുന്നു. ഒന്നുകൂടി പറയാം. ഉപദ്രഷ്ടുഹു സ്വപ്നം കാണുന്നവന്, അർത്ഥേന വിന ശരിക്കില്ലാത്ത, സ്വശിരച്ഛേദനാദികം യത് സ്വന്തം ശിരച്ഛേദവും മറ്റും, പ്രതീയത്തെ തോന്നുന്നു അതുപോലെ, അമുഷ്യപുംസ ഈ ആത്മാവിന് തന്നിൽ നിന്ന് ആത്മവിപര്യ വൈപരീത്യഭാവം തോന്നുന്നു. പദത്തെ അന്വയം വരുന്നത് ഉപദ്രഷ്ടുഹു അർത്ഥേന വിനാ സ്വശിരച്ഛേദനാദികം യത് പ്രതീയത്തെ അമുഷ്യപുംസഃ ആത്മവിപര്യ. അതുകൂടി പറയാം. ഉപദ്രഷ്ടുഹു
അർത്ഥേന വിനാ ശിരച്ഛേദനാദികം യത് പ്രതീയത്തെ അമുഷ്യ പുംസഃ ആത്മവിപര്യേഹ. അതായത് സ്വപ്നം കാണുന്നവന് ശരിക്കുണ്ടാവാത്ത ശിരച്ഛേദവും മറ്റും തോന്നുന്നു. അതുപോലെ ഈ ആത്മാവിന് തന്നിൽ നിന്നും വൈപരീത്യഭാവം തോന്നുന്നു. എന്നുകൂടി പറയാം. സ്വപ്നം കാണുന്നവന് ശരിക്കില്ലാത്തതായിരിക്കുന്ന ആ സ്വന്തം ശിരസിൻ്റെ ഛേദനം മറ്റും തോന്നുന്നത് പോലെ ഈ ആത്മാവിന് തന്നിൽ നിന്നും വൈപരീത്യഭാവം തോന്നുന്നു. അതായത് ഈശ്വരന് യോജിക്കാത്തതായിട്ടുള്ള ഈ കാർപ്പണ്യാദി വിപരീത ഭാവങ്ങൾ അവാസ്തവങ്ങളാണ്, ഇല്ലാത്തതാണ്, യഥാർത്ഥമല്ലെന്നർത്ഥം. തന്നെ ശിരച്ഛേദം ചെയ്തതായും മറ്റും സ്വപ്നം കാണാറുണ്ടല്ലോ. ശിരച്ഛേദം ചെയ്താൽ മരിക്കും. ശിരച്ഛേദം ചെയ്യപ്പെട്ടവന് അത് കാണുവാൻ സാധിക്കുകയില്ല. അതാണ് വാസ്തവം. എന്നാൽ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നത് കേവലം വ്യത്യസ്തമാണ്. തൻ്റെ ശിരച്ഛേദം ചെയ്തതായും മറ്റും അവനവന് തന്നെ തോന്നുന്നു. ഇത് യുക്തിക്ക് തീരെ നിരക്കാത്തതുമാണല്ലോ. ഉണർന്നാൽ അതെല്ലാം മിഥ്യയെന്ന് ബോധ്യമാകും. അപ്രകാരം മായയാൽ ഈശ്വരന് ബന്ധനാദികളുണ്ടെന്ന് തോന്നുകയാണ്. മായയെ ജയിച്ചാൽ മാത്രമേ സത്യാവസ്ഥ മനസ്സിലാകൂ. യഥാർത്ഥത്തിൽ ഈശ്വരൻ മുക്തനാണ്, ബദ്ധനല്ല. സ്വപ്നം കാണുന്നവന് ശിരസ് ഛേദിക്കപ്പെട്ടതായിട്ട് മിഥ്യയായിട്ട് കാണാനിടവരുന്നത് പോലെ ഈ ബന്ധകാർപ്പണ്യാദികളെല്ലാം തന്നെ മിഥ്യയായിട്ട് കാണപ്പെടുന്നു. പരമാർത്ഥത്തിൽ ജീവനും ജന്മമരണാദി ബന്ധന ക്ലേശങ്ങൾ ഇല്ലാത്തത് തന്നെ. ഉണ്ടെന്ന് തോന്നുന്നത് ഭ്രാന്തിയാൽ കൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആനന്ദരൂപനായിരിക്കുന്ന ജീവന് ദുഃഖമോ, നിത്യമുക്തനായിരിക്കുന്ന ഈശ്വരൻ്റെ അംശമായിരിക്കുന്ന ജീവന് ജന്മമോ മരണമോ സത്യമായിട്ടും ഇല്ല. ഉണ്ടെന്ന് തോന്നുന്നത് മിഥ്യാവസ്തുവിനെ സത്യവസ്തുവാണെന്ന് തോന്നിപ്പിക്കുന്ന ഭ്രമത്തിൻ്റെ പ്രവൃത്തിയാകുന്നു. സ്വപ്നത്തിൽ പുരുഷൻ തൻ്റെ ശിരസ് മുറിഞ്ഞു പോകുന്നതായിട്ടും മറ്റും കാണുന്നത് എങ്ങനെ യഥാർത്ഥം അല്ലയോ? ദേഹേന്ദ്രിയാന്തഃകരണാദികളോട് താദാത്മ്യം സംബന്ധം നിമിത്തം തോന്നുന്നതായിട്ടുള്ള ഒരു ഭ്രാന്തി മാത്രമായിരിക്കുന്നുവോ? അതുപോലെ ജീവന് ദേഹാഭിമാനി ബലം നിമിത്തം ജന്മാദി ബന്ധ ക്ലേശങ്ങളുണ്ടെന്ന് തോന്നുന്നതാകുന്നു. ഉപദ്രഷ്ട എന്നാൽ സ്വപ്നസാക്ഷി എന്നാണ് അർത്ഥം. ഇനി വേറൊരു ഉദാഹരണം കൂടി പറയണം. യഥാ ജലേ ചന്ദ്രമസ കമ്പാദിസ്തത്കൃതോ ഗുണഃ ദൃശ്യതേ സൻ അപി ദ്രഷ്ടുർ ആത്മനാ ഗുണഃ. യഥാ ജലേ ചന്ദ്രമസഃ കമ്പാദിസ്തത്കൃതോ ഗുണഃ ദൃശ്യതേ സൻ അപി ദ്രഷ്ടുർ ആത്മനോ ഗുണഃ. വെള്ളത്തിലെ ആ ചന്ദ്രന് ചലിക്കുക എന്ന് തോന്നും. അതിനാലുള്ള ഗുണവും കാണപ്പെടും. എപ്രകാരം അപ്രകാരം തന്നെ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആ ഗുണധർമ്മം ഇല്ലെന്നിരിക്കലും കാണപ്പെടുന്നു. ദ്രഷ്ടാവായുള്ള ആത്മാവിന് അത് ഉള്ളതായിട്ട് കാണപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വെള്ളത്തിൽ നിഴലിച്ച ചന്ദ്രന് ഇളക്കം ഉണ്ടെന്ന് തോന്നുക, അതിനാലുള്ള ഗുണവും അതിൽ കാണും. കുറേ സ്ഥലത്ത് ഇങ്ങനെ ചന്ദ്രനെ കാണും. യഥാ എങ്ങനെ കാണപ്പെടുന്നുവോ അതെങ്ങനെ ദൃശ്യതേ, അപ്രകാരം തന്നെ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഗുണധർമ്മം ഇല്ലെന്നിരിക്കലും അതിനെ കാണാണ്, ആത്മാവിൽ കാണാണ്. അങ്ങനെ ആ ജീവാത്മാവിൽ കാണപ്പെടുമ്പോഴാണ് ഇളക്കം, ആ
സ്ഥിരബോധം മാറിയിട്ട് അനേകമായിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങൾ ജലേ വെള്ളത്തിൽ നിഴലിച്ച, ചന്ദ്രമസഹ ചന്ദ്രന്, കമ്പാദിഹി ചലനാദിയും, തൽകൃത അതിനാലുള്ള ഗുണവും, യഥാ എങ്ങനെ ദൃശ്യത്തെ കാണപ്പെടുന്നുവോ അതുപ്രകാരം അനാത്മനഃ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായ ഗുണഃ ധർമ്മം, അസൻ അപി ഇല്ലെന്നിരിക്കലും, ദ്രഷ്ടുഹു ദ്രഷ്ടാവായുള്ള ആത്മനഃ ജീവാത്മാവിന് കാണപ്പെടുന്നു. ഒന്നുകൂടി പറയാം. ജലേ വെള്ളത്തിൽ നിഴലിച്ച, ചന്ദ്രമസഹ ചന്ദ്രന്, കമ്പാദിഹി ചലനാദിയും, തൽകൃത അതിനാലുള്ള ഗുണവും, യഥാ ഇങ്ങനെ ദൃശ്യത്തെ കാണപ്പെടുന്നുവോ അതുപ്രകാരം അനാത്മനഃ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായ ഗുണഃ ധർമ്മം, അസൻ അപി ഇല്ലെന്നിരിക്കലും, ദ്രഷ്ടുഹു ദ്രഷ്ടാവായുള്ള ആത്മനഃ ജീവാത്മാവിന് അതുള്ളതായിട്ട് കാണപ്പെടുന്നു. അതിലത്തെ അന്വയം ജലേ ചന്ദ്രമസഃ കമ്പാദിഹി തൽകൃതഃ ഗുണഃ യഥാ ദൃശ്യത്തെ അനാത്മനഃ ഗുണഃ അസൻ അപി ദ്രഷ്ടും ആത്മനഃ. ഒന്നുകൂടി പറയാം. ജലേ ചന്ദ്രമസഃ കമ്പാദി തൽകൃതഃ ഗുണഃ യഥാ ദൃശ്യത്തെ അനാത്മനഃ ഗുണഃ അസൻ അപി ദ്രഷ്ടുഹു ആത്മനഃ. അതായത് വെള്ളത്തിൽ ആ ചന്ദ്രന് ചലനാദിയും അതിനാലുള്ള ഗുണവും എങ്ങനെ കാണപ്പെടുന്നുവോ ആത്മാവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ധർമ്മം ഇല്ലെന്നിരിക്കലും ദ്രഷ്ടാവായുള്ള ആ ജീവാത്മാവിന് അത് കാണപ്പെടുന്നു. എന്നുകൂടി പറയാം. വെള്ളത്തിൽ നിഴലിച്ച ചന്ദ്രന് ചലനാദിയും അതിനാലുള്ള ഗുണവും എങ്ങനെ കാണപ്പെടുന്നുവോ അപ്രകാരം ആത്മാവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ധർമ്മം ഇല്ലെന്നിരിക്കലും ദ്രഷ്ടാവായിട്ടുള്ള ജീവാത്മാവിന് അത് കാണപ്പെടുന്നു. ജലത്തിന് ഇളക്കം സംഭവിച്ചാൽ അതിൽ പ്രതിബിംബിച്ച ചന്ദ്രനിലും ആ ഇളക്കത്തിൻ്റെ ധർമ്മങ്ങൾ ദൃശ്യമാകുന്നു. ശരീരാദികളിൽ അഭിമാനിക്കുന്ന ജീവന് ശരീരാദി ധർമ്മങ്ങൾ അനുഭവപ്പെടുന്നത് ഇപ്രകാരമാണ്. പ്രതിബിംബത്തിന് അനുഭവപ്പെടുന്ന ചലനാദികൾ യഥാർത്ഥ ചന്ദ്രനെ ബാധിക്കുന്നില്ല. അപ്രകാരം ശരീരസ്ഥനായിരിക്കുന്ന ജീവന് അനുഭവപ്പെടുന്ന കാർപ്പണ്യാദികൾ ജീവന്റെ ആകത്തുകയായിരിക്കുന്ന ഈശ്വരനെ ബാധിക്കുന്നില്ല. മായാഭ്രമത്തിൽ നിന്നും മോചനം നേടണം. അതാണ് അതിൻ്റെ മാർഗ്ഗമാണ് ഈ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് പറയാം. വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രന് മാത്രം ജലത്തിലുള്ള ഇളക്കം മുതലായ മിഥ്യാധർമ്മങ്ങൾ എങ്ങനെ തോന്നപ്പെടുന്നുവോ അതുപോലെ ശരീരാദ്യഭിമാനിയായിരിക്കുന്ന ജീവന് മാത്രം ആ ശരീരാദി ധർമ്മങ്ങൾ തോന്നപ്പെടുന്നു. ഇല്ലാത്തതായിട്ടുള്ള കാർപ്പണ്യാദി ഭാവം ജീവനുണ്ടെന്ന് തോന്നുന്നത് പോലെ ഈശ്വരനിൽ എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപത്തിന് പരിഹാരമാണ് ഈ പദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ആകാശത്തിലിരിക്കുന്ന ചന്ദ്രൻ്റെ ജലത്തിൽ ഉള്ള പ്രതിബിംബത്തിൽ ജലത്തിലെ ചലനാദി ധർമ്മമുള്ളതുപോലെ കാണപ്പെടുന്നു. ആകാശം ചന്ദ്രനിൽ ആ വിധം ചലനാദി കാണപ്പെടുന്നതും ഇല്ല. വാസ്തവത്തിൽ ചലനാദി ധർമ്മം ചന്ദ്രനിലുള്ളതല്ല, ജലത്തിലുള്ളതാണ്. പ്രതിബിംബത്തിന് ജലസംബന്ധം ഉള്ളതുകൊണ്ട് അതിൽ ആ ചലനാദി ധർമ്മം കാണപ്പെടുന്നു. പരമാർത്ഥമായ ചന്ദ്രനിൽ അത് കാണപ്പെടുന്നില്ല. അതുപോലെ ശരീരേന്ദ്രിയങ്ങൾക്കുള്ള ആ സുഖദുഃഖാദി ഭാവങ്ങളും ജനനമരണാദികളും ശരീരാഭിമാനിയായിട്ടുള്ള ജീവന് യഥാർത്ഥത്തിലെങ്കിലും ഉള്ളതുപോലെ കാണപ്പെടുന്നു. അസംഗനായ ഈശ്വരന് ആ വക ധർമ്മങ്ങളില്ലാതാനും ശരീരാഭിമാനം ജീവ ദുഃഖ കാരണമായിട്ട് തീരുന്നു ഇവിടെ പറയുന്നു. അപ്പോൾ ആ മായാഭ്രമത്തിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം എന്താണ് എന്നുള്ള അടുത്ത ശ്ലോകത്തിൽ
സവൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാ ഭഗവദ്ഭക്തിയോഗേന തിരോധത്തെ ശനൈർ ഇഹ. എന്നുകൂടി പറയാം. സവൈ നിവൃത്തിധർമ്മേണ വസുദേവാനുകമ്പയാ ഭഗവത്ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹ. അപ്പോൾ നിവൃത്തിമാർഗം ഭഗവാൻകൾ ഭക്തിയോഗം കൊണ്ടുള്ള ആ ഈശ്വരാനുഗ്രഹം ഇവയാൽ ആ വിപരീതഭാവം സാവധാനം അപ്രത്യക്ഷമാകും. ആ വൈപരീത്യം, ആത്മാവിൻ്റെ വിപരീത മനോഭാവം ആ ഭഗവാനിലുള്ള ആ ഭക്തിയോഗം കൊണ്ട് ആ നിവൃത്തമായിട്ടുള്ള മനസ്സ് വന്നാൽ അവിടെ അത് പ്രത്യക്ഷമായിട്ട് കാണുന്നർത്ഥം. നിവൃത്തിധർമ്മേണ നിവൃത്തിമാർഗം ഭഗവത് ഭക്തിയോഗേന ഭഗവാൻകളുള്ള ഭക്തിയോഗം കൊണ്ടുള്ള ആ നിവൃത്തിമാർഗം വാസുദേവാനുകമ്പയ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വര കൃപയാൽ വന്നു ചേരണം. സഹ വൈ ഇഹ ആ വിപരീതഭാവം ശനൈഹി സാവധാനം തിരോധത്തെ അപ്രത്യക്ഷമാകുന്നു. ഒന്നുകൂടി പറയാം. നിവൃത്തിധർമ്മേണ നിവൃത്തിമാർഗം ഭഗവത് ഭക്തിയോഗേന ഭഗവാൻകൾ ഭക്തിയോഗം കൊണ്ടുള്ള വാസുദേവാനുകമ്പയ ഈശ്വരാനുഗ്രഹം ഇവയാൽ സഹ വൈ ഇഹ ഈ വിപരീതഭാവം ശനൈഹി സാവധാനം തിരോധത്തെ അപ്രത്യക്ഷമാകുന്നു. അതിലത്തെ അന്വയം നിവൃത്തിധർമ്മേണ ഭഗവത് ഭക്തിയോഗേന വാസുദേവാനുകമ്പയാ സഹ വൈ ഇഹ ശനൈഹി തിരോധത്തെ. എന്നുകൂടി പറയാം. നിവൃത്തിധർമ്മേണ ഭഗവത് ഭക്തിയോഗേന വാസുദേവാനുകമ്പയാ സഹ വൈ ഇഹ ശനൈഹി തിരോധത്തെ. നിവൃത്തിമാർഗം ഭഗവാൻകൾ ഭക്തിയോഗം കൊണ്ടുള്ള ആ ഈശ്വരാനുഗ്രഹം ഇവയാൽ ഈ വിപരീതഭാവം സാവധാനം അപ്രത്യക്ഷമാകുന്നു. എന്നോട് പറയാം. നിവൃത്തിമാർഗം ഭഗവാൻകൾ ഭക്തിയോഗം കൊണ്ടുള്ള ഈശ്വരാനുഗ്രഹം ഇവയാൽ ആ വിപരീതഭാവം സാവധാനം അപ്രത്യക്ഷമാകുന്നു. നിവൃത്തിമാർഗത്തെ അവലംബിക്കുക, അതായത് സംസാരത്തിൽ നിന്ന് നിവൃത്തം ആകാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കുക എന്നർത്ഥം. നിവൃത്തിമാർഗത്തെ അവലംബിക്കുക. അപ്പോൾ ഭഗവാൻ വാസുദേവന്റെ അനുകമ്പയും തൽഫലമായിട്ട് ഭക്തിയോഗവും സാധ്യമാകും. അപ്രകാരമാകയാൽ ആ മായാഭ്രമം കുറേശ്ശെയായിട്ട് തിരോധാനം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആ ഭ്രമം നിഷ്കാമകർമ്മം കൊണ്ട് ഭഗവത് അനുകമ്പയും അതുകൊണ്ട് ഭഗവാനിൽ ഭക്തിയും ഉദിക്കുമ്പോൾ ആ ഭക്തി കൊണ്ട് പതുക്കെ പതുക്കെ നിവർത്തിക്കുന്നു. അങ്ങനെയുള്ളതാണെങ്കിൽ ഈ വിപരീത ഭാവന എങ്ങനെ ഇല്ലാതെയാകും എന്നുള്ളതിന് സമാധാനം ചെയ്യുന്ന സകല വ്യാപാരങ്ങളെയും ഭഗവത് പ്രീത്യർത്ഥമായിട്ട് സമർപ്പിക്കുന്നതായി ആവുന്നതാണ് നിവൃത്തിധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്താധിഷ്ഠാന ദേവതയായിട്ടുള്ള ശ്രീ വാസുദേവന്റെ കാരുണ്യ കടാക്ഷം ഈ ജീവാത്മാവിന് അങ്ങനെ ചെയ്യുമ്പോൾ സിദ്ധിക്കും. അപ്പോൾ ആ ഭഗവത് കഥ കേൾപ്പാനും ഉച്ചരിപ്പാനും സന്തോഷം ജനിക്കും. ക്രമത്തിൽ ആ പരമപ്രേമ ലക്ഷണമായിരിക്കുന്ന ആ ഭഗവത് ഭക്തിയോഗം ലഭിക്കും. അപ്പോൾ ആ ദേഹേന്ദ്രിയാദികളിൽ അധ്യാസം നിമിത്തമുണ്ടാകുന്ന ആ ആത്മവിപര്യ ഭാവം ക്രമേണ നശിക്കും. ക്ഷമയോടുകൂടെ ആ ഭക്തിയോഗം ലഭിപ്പാൻ പരിശ്രമിക്കുന്നത് തന്നെ സംസാരശാന്തിക്ക് ഉപായം. ഭക്തിയുടെ അഭിവൃദ്ധി ഉണ്ടായാലുള്ള ലക്ഷണം എന്താണ്? ഭക്തി നിമിത്തം ക്ലേശങ്ങൾ എപ്പോൾ ഇല്ലാതാകും എന്നതിനെ വിവരിക്കുന്നു. അത് അടുത്ത ശ്ലോകത്തിലാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 13ാമത്തെ ശ്ലോകം. യദേന്ദ്രിയോപരമോഥ ദ്രഷ്ടാത്മനി പരേ ഹരൗ വിലീയത്തെ തദാ ക്ലേശാഃ സംസുപ്തസ്യേവ്യ കൃഷ്ണശഃ. എന്നോട് പറയാം. യദേന്ദ്രിയോപരാമോഥ. അപ്പം ഇത് കഴിഞ്ഞ ശ്ലോകത്തിലത്തെ വ്യാഖ്യാനം നോക്കിയില്ല. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ പറയണത് യഥാ ജലേ
പ്രതിബിംബിത ചന്ദ്രസ്യൈവ ജലത്തിലെ പ്രതിബിംബിക്കുന്ന ചന്ദ്രൻ്റെ പോലെ കമ്പാതിധർമ്മോ ന കമ്പാതിധർമ്മങ്ങൾ ശരിക്കും ചന്ദ്രനില്ല. ആകാശസ്ഥിതസ്യ ആകാശത്തിൽ സ്ഥിതമായിരിക്കുന്ന ചന്ദ്രനില്ല. അതുപോലെ ദേഹാദിധർമ്മോ സൻ അപി ദേഹാദിധർമ്മങ്ങളും ശരിക്കും ജീവനില്ല. ജീവസ്യൈവ ന ത്വീശ്വരസ്യ ഈശ്വരന് മാത്രമേ അതൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ജീവനും ഈ ദേഹാദിധർമ്മങ്ങൾ അനുഭവപ്പെടുന്നു. ആ മായ കൊണ്ട് ആ ഈശ്വരൻ്റെ മായ കൊണ്ട് ആ ദേഹാദി ധർമ്മങ്ങൾ അവിടെ അനുഭവപ്പെടും, ജീവന് അനുഭവപ്പെടുന്നു എന്നർത്ഥം. യഥാ ജലേ പ്രതിബിംബിത ചന്ദ്രസ്യൈവ കമ്പാതിധർമ്മോ ന ത്വാകാശാസ്ഥിതസ്യ ദേഹാദിധർമ്മോ സൻ അപി ജീവസ്യൈവ ന ത്വീശ്വരം ന ത്വീശ്വരസ്യ ആണ് ആ ശ്ലോകത്തിൻ്റെ. അപ്പോൾ അടുത്ത ശ്ലോകം യഥേന്ദ്രിയോപരാമോധ ദൃഷ്ടാത്മനി പരേഹരൗ വിലീയന്തേ തദാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ. യഥേന്ദ്രിയോപരാമോധ ദൃഷ്ടാത്മനി പരേഹരൗ വിലീയന്തേ തദാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ. യഥേന്ദ്രിയോപരാമോധ ഇന്ദ്രിയാദി വിഷയങ്ങളെ ഭഗവാനിൽ അവിടെ സമർപ്പണം ചെയ്യണം. ദൃഷ്ടാത്മനി പരേഹരൗ അങ്ങനെ ആ ദൃഷ്ടാവായും അങ്ങനെ ഇരിക്കുന്ന ദൃഷ്ടാവായും ആത്മസ്വരൂപിയായിട്ടും ഇരിക്കുന്ന ആ ഹരിയിൽ, സാക്ഷാൽ ഹരിയിൽ ആ സർവേന്ദ്രിയങ്ങളുടെയും വിരാമം സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ നന്നായിട്ട് സംസുപ്തസ്യ നന്നായിട്ട് ഉറങ്ങുന്നവനെ പോലെ ആ ക്ലേശങ്ങളെല്ലാം തന്നെ ക്ലേശാഃ കൃഷ്ണശഃ മുഴുവൻ വിലീയത്തെ മുഴുവൻ അവിടെ ലയിക്കുന്നു. അപ്പോൾ നമ്മൾ സാക്ഷാൽ ശ്രീഹരിയിൽ നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അതിനോടുള്ള ആസക്തി മുഴുവൻ വാസനകൾ നശിച്ചു കഴിയുമ്പോൾ പിന്നെ നന്നായിട്ട് ഉറങ്ങുന്നവനെ പോലെ ക്ലേശങ്ങളൊന്നുമില്ലാതെ മുഴുവൻ ആത്മാവിൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ മുഴുവൻ ആ ഭഗവാനിൽ ലയിക്കുന്ന അർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ദ്രഷ്ടാത്മനി ദൃഷ്ടാവായും ആത്മസ്വരൂപിയായും ഇരിക്കുന്ന പരേഹരൗ സാക്ഷാൽ ശ്രീഹരിയിൽ യഥാ എപ്പോഴും എപ്പോൾ ഇന്ദ്രിയോപരാമഃ സർവേന്ദ്രിയങ്ങളുടെയും വിരാമം ഭവിക്കുന്നുവോ തഥാ അഥ അപ്പോൾ പിന്നെ സംസുപ്തസ്യ ഇവ നന്നായിട്ട് ഉറങ്ങുന്നവനെന്ന പോലെ ക്ലേശാഃ ആ ക്ലേശങ്ങൾ കൃഷ്ണശഃ മുഴുവൻ വിലീയന്തേ ലയിക്കുന്നു. ഒന്നുകൂടി പറയാം. ദ്രഷ്ടാവായും ആത്മസ്വരൂപിയായിട്ടും ഇരിക്കുന്ന ആ ഹരൗ ആ സാക്ഷാൽ ശ്രീഹരിയിൽ യഥാ എപ്പോൾ ഇന്ദ്രിയോപരാമഃ സർവേന്ദ്രിയങ്ങളുടെയും വിരാമം ഭവിക്കുന്നുവോ തഥാ അഥ അപ്പോൾ പിന്നെ സംസുപ്തസ്യ ഇവ നന്നായിട്ട് ഉറങ്ങുന്നവനെന്ന പോലെ ക്ലേശാഃ ക്ലേശങ്ങൾ കൃഷ്ണശഃ മുഴുവൻ വിലീയന്തേ ലയിക്കുന്നു. അപ്പം അതിലത്തെ അന്വയം ദ്രഷ്ടാത്മനി പരേഹരൗ യഥാ ഇന്ദ്രിയോപരാമഃ തഥാ അഥ സംസുപ്തസ്യ ഇവ ക്ലേശാഃ കൃഷ്ണശഃ വിലീയന്തേ. എന്നുകൂടി പറയാം. ദ്രഷ്ടാത്മനി പരേഹരൗ യഥാ ഇന്ദ്രിയോപരാമഃ തഥാ അഥ സംസുപ്തസ്യ ഇവ ക്ലേശാഃ കൃഷ്ണശഃ വിലീയന്തേ. ദൃഷ്ടാവായും ആത്മസ്വരൂപിയായും ഇരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയിൽ എപ്പോൾ സർവേന്ദ്രിയങ്ങളുടെയും വിരാമം സംഭവിക്കുന്നുവോ അപ്പോൾ പിന്നെ
നന്നായിട്ട് ഉറങ്ങുന്നവനെന്ന പോലെ ക്ലേശങ്ങൾ മുഴുവൻ ലയിക്കുന്നു. എന്നുകൂടി പറയാം. ദ്രഷ്ടാവായും ആത്മസ്വരൂപിയായും ഇരിക്കുന്ന ആ സാക്ഷാൽ ശ്രീഹരിയിൽ എപ്പോൾ സർവേന്ദ്രിയങ്ങളുടെയും വിരാമം സംഭവിക്കുന്നുവോ അപ്പോൾ പിന്നെ നന്നായിട്ടുറങ്ങുന്നവനെന്ന പോലെ ക്ലേശങ്ങൾ മുഴുവൻ ലയിക്കുന്നു. സർവാന്തര്യാമിയും ശ്രേഷ്ഠനുമായിരിക്കുന്ന ശ്രീഹരിയിൽ എപ്പോൾ സർവേന്ദ്രിയവൃത്തികളെയും സമർപ്പിക്കാൻ കഴിയുന്നുവോ അപ്പോൾ സർവക്ലേശങ്ങളും അസ്തമിക്കുന്നു. നന്നായിട്ട് ഉറങ്ങുന്നവന് അല്പം പോലും ദുഃഖം അനുഭവപ്പെടാറില്ലല്ലോ. പതിമൂന്നാമത്തെ ശ്ലോകം. പരാൽപരനായിരിക്കുന്ന ആ ഭഗവാനിൽ എപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും ഏകാഗ്രമായി തീരുന്നു അപ്പോൾ സുഷുപ്തി പ്രാപിച്ചവന് എന്ന പോലെ സർവക്ലേശങ്ങളും നശിക്കുന്നു. ഒന്നുകൂടി പറയാം. അങ്ങനെയുള്ളതാണെങ്കിൽ ഈ വിപരീത ഭാവന ഇവിടെ എങ്ങനെ ഇല്ലാതാകും എന്നുള്ളതിന് സമാധാനം ചെയ്യുന്ന സകല വ്യാപാരങ്ങളെയും ഭഗവത് പ്രീത്യർത്ഥമായിട്ട് സമർപ്പിക്കുന്നതായിട്ടുള്ള ആ നിവൃത്തിധർമ്മം കൊണ്ട് ആ ചിന്താധിഷ്ഠാന ദേവതയായിരിക്കുന്ന ശ്രീ വാസുദേവന്റെ കാരുണ്യ കടാക്ഷം ഈ ജീവാത്മാവിന് സിദ്ധിക്കും. അപ്പോൾ ഭഗവത് കഥ കേൾപ്പാനും ഉച്ചരിപ്പാനും സന്തോഷം ജനിക്കും. ക്രമത്തിൽ പരമപ്രേമലക്ഷണമായിരിക്കുന്ന ഭക്തിയോഗം വികസിക്കും. അപ്പോൾ ദേഹേന്ദ്രിയാദികളിൽ അധ്യാസം നിമിത്തമുണ്ടാകുന്ന ആത്മവിപര്യഭാവം ക്രമേണ നശിക്കും. ക്ഷമയോടുകൂടെ ഭക്തിയോഗം ലഭിപ്പാൻ പരിശ്രമിക്കുന്നത് തന്നെ സംസാരശാന്തിക്ക് ഉപായം. ഭക്തിയുടെ അഭിവൃദ്ധി ഉണ്ടായാലുള്ള ലക്ഷണം എന്താണ്? ഭക്തി നിമിത്തം ക്ലേശങ്ങൾ എപ്പോൾ ഇല്ലാതെയാകും എന്നതിനെ വിവരിക്കുന്നു. ദേഹധർമ്മങ്ങളെ സ്വധർമ്മങ്ങളായിട്ട് അഭിമാനിക്കുന്ന ജീവനും ഇന്ദ്രിയങ്ങളുടെ സകല വ്യാപാരങ്ങളെയും സർവക്ലേശങ്ങളെയും സംഹരിക്കുന്ന പരമാത്മാവായ ആ ശ്രീഹരിയിൽ എപ്പോൾ അടങ്ങുന്നുവോ അപ്പോൾ സകല ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നു. സുഷുപ്തിയിൽ കിടക്കുന്ന ഒരുവൻ എങ്ങനെ സകല ബാഹ്യാവസ്ഥകളെയും അറിയാതെ ഇരിക്കുന്നുവോ അതുപോലെ ഭക്തിയിൽ മുങ്ങിയവന് അവിദ്യ നിമിത്തമുണ്ടാകുന്ന യാതൊരു സങ്കടങ്ങളും ഉണ്ടാകുന്നില്ല. ഇതുതന്നെ പരമഭക്തിയുടെ ലക്ഷണം. ഇതിനാൽ തന്നെ ക്ലേശനാശം അനുഭവപ്പെടുന്നതും ഉറങ്ങിയവൻ ഉണരുമ്പോൾ അവസ്ഥകളെക്കുറിച്ചുള്ള സുഖദുഃഖങ്ങൾ അവനെ ബാധിക്കും. ഭക്തിയാൽ നശിച്ചുപോയ അവിദ്യയാകട്ടെ പിന്നെ ഉണ്ടാവുകയില്ല എന്ന് ധരിക്കേണ്ടതാകുന്നു. മുൻപറഞ്ഞ സംഗതിയെ തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. മുരാരിയായ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ സകല ക്ലേശങ്ങളും നശിക്കും. ആ ഭഗവാന്റെ പാദപത്മത്തിൽ നിന്നൊഴുകുന്ന മകരന്ദത്തിന്റെ അനുഭവം ആത്മാവിന് സിദ്ധിച്ചുവെങ്കിൽ പിന്നെ ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് പറയണമോ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. സാ മായ നിവൃത്തിധർമ്മേണ വാസുദേവ കൃപയ. ആ മായയെ നിവൃത്തിധർമ്മം കൊണ്ട് അതുപോലെ ഈശ്വരകൃപ കൊണ്ട് പരമഭക്തിയോഗം നിമിത്തം അതിനെ നമുക്ക് മറിച്ച് പോവാനാവും. ശനൈഹി സ്ഥിരോദധേ, അതിനെ തിരസ്കരിക്കാൻ പറ്റും, മായയെ തിരസ്കരിക്കാൻ പറ്റും. സാ മായ നിവൃത്തിധർമ്മേണ വാസുദേവ കൃപയാ ഭക്തിയോഗേന ച ശനൈ സ്ഥിരോധത്തെ അതാണ് അടുത്ത വ്യാഖ്യാനം. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 14ാമത്തെ ശ്ലോകം. അശേഷ സംക്ലേശ ശമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ കുതഃ പുനസ്ത്വച്ചരണാരവിന്ദ പരാഗ സേവാരതിരാത്മലബ്ധ. അശേഷ സംക്ലേശ ശമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ കുതഃ പുനസ്ത്വച്ചരണാരവിന്ദ പരാഗ സേവാരതിരാത്മലബ്ധ. അപ്പോൾ ഇതിനു മുമ്പ് ആ ഇന്ദ്രിയവൃത്തികളെല്ലാം അടങ്ങുന്ന അവസ്ഥയെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്.
അതിൽ ക്ലേശങ്ങൾ അനുഭവിക്കാറില്ല. ഇന്ദ്രിയവൃത്തികൾ അടങ്ങണം. അടങ്ങുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ അടങ്ങുമ്പോഴേ ക്ലേശങ്ങളില്ലാതെ വരുള്ളൂ. ഇല്ലെങ്കിൽ അത് ആ ഉപബോധ മനസ്സിൽ അത് ക്ലേശങ്ങളായിട്ട് അങ്ങനെ വരും. ഇതിൽ നിന്നും സിദ്ധിക്കുന്നത് ഇന്ദ്രിയ വ്യാപാരമാണ് ക്ലേശകാരകൻ എന്നാണ്. അപ്പം ഇന്ദ്രിയ വ്യാപാരങ്ങൾ വിരമിപ്പിച്ചാൽ ക്ലേശ നിവൃത്തി വരും. അവയെല്ലാം ഭഗവാങ്കൽ സമർപ്പിക്കുക. ഏകാഗ്രതയോടെ ഭഗവത് ധ്യാനം ചെയ്താലേ ഇത് സാധ്യമാകൂ എന്നർത്ഥം. എന്നിട്ടാണ് പറയുന്നത് അശേഷ സംക്ലേശ ശമം വിധത്തെ. എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തെ വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ. ആ ഗുണങ്ങളെ കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്താൽ, ഗുണാനുവാദ ശ്രവണം മുരാരേ, ഭഗവാന്റെ ആ ഗുണങ്ങളെ കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്താൽ എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തെ അത് ചെയ്യുന്നു. കുതഹ പുനഃസ്ത്വച്ചരണാരവിന്ദം, പിന്നെ ആ തൃപ്പാദ പത്മങ്ങൾ നുകരുവാനുള്ള ആ പരാഗസേവാരതിരാത്മലബ്ധ, ആ തൃപ്പാദ ആ പത്മത്തിലത്തെ പരാഗങ്ങൾ, അതിലത്തെ ആ പരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂമ്പൊടി നുകരുവാനുള്ള അഭിരുചി കൈവരും. അങ്ങനെ കൈവന്നാൽ ആത്മലബ്ധ, കൈവന്നാൽ പിന്നീട് എന്താണ് വേണ്ടത്? കുതഹ പുനഃസ്ത്വച്ചരണാരവിന്ദ പരാഗത സേവാ രതിരാത്മ ലബ്ധ. അതിലത്തെ പദങ്ങള് മുരാരേഹേ, ഭഗവാന്റെ ഗുണാനുവാദ ശ്രവണം, ഗുണങ്ങളെ കീർത്തിക്കുകയും ശ്രവിക്കുകയും, അശേഷ സംക്ലേശ ശമം, എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തെ വിധത്തെ ചെയ്യുന്നു. തച്ചരണാരവിന്ദ പരാഗസേവാരതി, അവിടുത്തെ ആ തൃപ്പാദപത്മങ്ങൾ നുകരുവാനുള്ള അഭിരുചി ആത്മലബ്ധ കൈവന്നാൽ പുനഃ കുതഃ, പിന്നീട് എന്താണ് വേണ്ടത്? അപ്പോൾ അതുകൂടി പറയാം. മുരാരേഹേ, ആ ഭഗവാന്റെ ഗുണാനുവാദ ശ്രവണം, ഗുണങ്ങളെ കീർത്തിക്കലും ശ്രവിക്കലും, അശേഷ സംക്ലേശ ശമം, എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തെ വിധത്തെ ചെയ്യുന്നു. തച്ചരണാരവിന്ദ പരാഗസേവാരതി, അവിടുത്തെ ആ തൃപ്പാദപത്മ പരാഗങ്ങൾ നുകരുവാനുള്ള അഭിരുചി ആത്മലബ്ധ കൈവന്നാൽ പുനഃ കുതഃ, പിന്നീട് എന്താണ് വേണ്ടത്? ഇതിലത്തെ അന്വയം മുരാരേഹേ ഗുണവാദശ്രവണം അശേഷ സംക്ലേശ ശമം വിധത്തെ തച്ചരണാരവിന്ദ പരാഗസേവാരതി ആത്മലബ്ധ പുനഃ കുതഃ. എന്നുകൂടി പറയാം. മുരാരേഹേ ഗുണാനുവാദശ്രവണം അശേഷ സംക്ലേശ ശമം വിധത്തെ തച്ചരണാരവിന്ദ പരാഗസേവാരതി അഭിരുചി സേവാരതി ആത്മലബ്ധ പുനഃ കുതഃ. അതായത് ഭഗവാന്റെ ആ ഗുണങ്ങളെ കീർത്തിക്കലും ശ്രവിക്കലും കേൾക്കലും എന്നർത്ഥം എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തെ ചെയ്യുന്നു. അവിടുത്തെ തൃപ്പാദപത്മപരാഗങ്ങൾ നുകരുവാനുള്ള അഭിരുചി കൈവന്നാൽ പിന്നീട് എന്താണ് വേണ്ടത്? എന്നുകൂടി പറയാം. ഭഗവാന്റെ ആ ഗുണങ്ങളെ കീർത്തിക്കുകയും ശ്രവിക്കുകയും എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തെ ചെയ്യുന്നു. അവിടുത്തെ ആ തൃപ്പാദപത്മപരാഗങ്ങൾ നുകരുവാനുള്ള അഭിരുചി കൈവന്നാൽ പിന്നീട് എന്താണ് വേണ്ടത്? ഭഗവാൻ മുരാരിയുടെ ആ ദിവ്യകഥകൾ തന്നെ സർവക്ലേശങ്ങളും ശമിപ്പിക്കുന്നു. ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളുടെ പൂമ്പൊടി നുകരുവാൻ സാധ്യമായ ആയാലത്തെ അവസ്ഥ പിന്നെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. മുരാരിയുടെ ഗുണഗണങ്ങളുടെ കീർത്തനവും ശ്രവണവും തന്നെ സർവക്ലേശങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പാദാരവിന്ദ പരാഗത്തിൽ രതി മനസ്സിൽ ഉറച്ചാൽ സകല ക്ലേശങ്ങളും നശിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ വിതുരർ
ആ മുരാരിയായ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ സകല ക്ലേശങ്ങളും നശിക്കും. ആ ഭഗവാന്റെ പാദപത്മത്തിൽ നിന്നൊഴുകുന്ന ആ മകരന്ദത്തിന്റെ അനുഭവം ആത്മാവിന് സിദ്ധിച്ചുവെങ്കിൽ പിന്നെ ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് പറയണമോ എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 15ാമത്തെ ശ്ലോകം. വിതുര ഉവാച. വിതുരൻ പറയുകയാണ്, സംഛിന്നഃ സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ ഉഭയത്രപി ഭഗവൻ മനോ മേ സംപ്രധാവതി. ഒരു മിനിറ്റ്, ഇപ്പം നോക്കാം. നമുക്ക് വരുന്നത് സംഛിന്ന സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ ഉഭയത്രാപി ഭഗവൻ മനോമേ സംപ്രധാവതി. അല്ലയോ മഹാത്മാവും, ഹേ വിഭോ ഭഗവാൻ, അല്ലയോ മഹാത്മാവും ഭഗവാനും ആയുള്ളവനെ, അങ്ങയുടെ ആ സൂക്തവാക്യങ്ങൾ, തവ സൂക്താസിന, അങ്ങയുടെ ആ സൂക്തവാക്യമാകുന്ന ആ വാൾ കൊണ്ട്, സൂക്തവാക്യമാകുന്ന വാൾ കൊണ്ട് എൻ്റെ മഹ്യം, എൻ്റെ എല്ലാ സംശയങ്ങളും സംഛിന്നഃ ഛേദിക്കപ്പെട്ടു. അങ്ങനെ മേ മനഃ, എൻ്റെ മനസ്സ് ഉഭയത്ര അപി സംപ്രധാവതി, രണ്ടിലും വ്യാപരിക്കുന്നു. സംഛിന്നഃ സംശയോ മഹ്യം, എൻ്റെ സംശയങ്ങളൊക്കെ അവിടെ ഇല്ലാതെയായി. തവ സൂക്താസിന, അങ്ങയുടെ ആ സൂക്തവാക്യങ്ങളെ കൊണ്ട്, അല്ലയോ ഭഗവാൻ, ഇല്ലാതെയായി. ഉഭയത്രപി, ആ രണ്ടിലും. ഭഗവൻ മനോമേ സംപ്രധാവതി, എൻ്റെ മനസ്സ് രണ്ടിലും വ്യാപരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രണ്ടിലും, അല്ലയോ ജീവനിലും ബദ്ധനിലും, ഈ രണ്ടവസ്ഥ, ആ രണ്ടവസ്ഥകളിലും ഞാൻ അങ്ങനെ വ്യാപരിക്കണു. രണ്ടിലും അതിനെ പറ്റിയിട്ട് കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിലത്തെ പദങ്ങൾ, ഹേ വിഭോ ഭഗവൻ, അല്ലയോ മഹാത്മാവും ഭഗവാനുമായുള്ളവനെ, തവ, അങ്ങയുടെ, സൂക്താസിന, സൂക്തവാക്യമാകുന്ന വാൾ കൊണ്ട്, മഹ്യം, സംശയ, എൻ്റെ സംശയം, സംഛിന്നഃ, ഛേദിക്കപ്പെട്ടു, മേ മനഃ, എൻ്റെ മനസ്സ്, ഉഭയത്ര അപി സംപ്രധാവതി, രണ്ടിലും വ്യാപരിക്കുന്നു. അപ്പം അതിലത്തെ അന്വയം വരുന്നത്, ഒന്നുകൂടി പദങ്ങൾ പറയാം. ഹേ വിഭോ ഭഗവൻ, അല്ലയോ മഹാത്മാവും ഭഗവാനുമായുള്ളവനെ, തവ, അങ്ങയുടെ, സൂക്താസിന, സൂക്തവാക്യമാകുന്ന വാൾ കൊണ്ട്, മഹ്യം, എൻ്റെ സംശയം, സംഛിന്നഃ, ഛേദിക്കപ്പെട്ടു, മേ മനഃ, എൻ്റെ മനസ്സ്, ഉഭയത്ര അപി സംപ്രധാവതി, രണ്ടിലും വ്യാപരിക്കുന്നു. അതിലത്തെ അന്വയം, ഹേ വിഭോ ഭഗവൻ, തവ സൂക്താസിന മഹ്യം സംശയം സംഛിന്നഃ, മേ മനഃ ഉഭയത്ര അപി സംപ്രധാവതി. എന്നുകൂടി പറയാം. ഹേ വിഭോ ഭഗവൻ, തവ സൂക്താസിന മഹ്യം സംശയ സംഛിന്നഃ, മേ മനഃ ഉഭയത്ര അപി സംപ്രധാവതി. അല്ലയോ ഭഗവൻ, മഹാത്മാവും ഭഗവാനും ആയുള്ളവനെ, അങ്ങയുടെ ആ സൂക്തവാക്യമാകുന്ന വാൾ കൊണ്ട് എൻ്റെ സംശയം ഛേദിക്കപ്പെട്ടു, എൻ്റെ മനസ്സ് രണ്ടിലും വ്യാപരിക്കുന്നു. ഒന്നുകൂടി പറയാം. അല്ലയോ മഹാത്മാവും ഭഗവാനും ആയുള്ളവനെ, അങ്ങയുടെ സൂക്തവാക്യമാകുന്ന വാൾ കൊണ്ട് എൻ്റെ സംശയം ഛേദിക്കപ്പെട്ടു, എൻ്റെ മനസ്സ് രണ്ടിലും വ്യാപരിക്കുന്നു. അപ്പോൾ വിതുരർ പറയുകയാണ്, അല്ലയോ ഗുരുവായുള്ളവനെ, അങ്ങയുടെ ആ സദ്വാക്യങ്ങളാൽ എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ഈശ്വരൻ സ്വതന്ത്രനും ജീവൻ ബദ്ധനും ആകുന്നതെങ്ങനെയെന്ന്, ഈശ്വരൻ സ്വതന്ത്രനും ജീവൻ ബദ്ധനും ആകുന്നതെങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കി.
മായയുടെ സ്വഭാവം മനസ്സിലായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിഭോ, എൻ്റെ സംശയം അങ്ങയുടെ ആ യുക്തിയുക്തമായിരിക്കുന്ന വാക്കാകുന്ന വാളിനാൽ ഛേദിക്കപ്പെട്ടു. ഭഗവാൻ, എൻ്റെ മനസ്സ് ഇപ്പോൾ ജീവന്റെയും ആ ഈശ്വരൻ്റെയും സ്വാതന്ത്ര്യത്തിലും അസ്വാതന്ത്ര്യത്തിലും മോക്ഷബന്ധനങ്ങളിലും വേണ്ട വിധം പ്രവർത്തിക്കുന്നു. എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് അറിയണു എന്നർത്ഥം. ഈശ്വരനും ഈശ്വരൻ്റെയും ജീവന്റെയും അവസ്ഥ എന്താണെന്ന് അറിയുന്നു ആണ് ഇവിടെ പറയുന്നത്. വിതുരൻ പറഞ്ഞു, ഹേ ഗുരോ, അങ്ങയുടെ ഉപദേശ പ്രഭാവത്താൽ എൻ്റെ സംശയം മുഴുവനും തീർന്നു. ഈശ്വരൻ സ്വതന്ത്രനും ജീവൻ പരതന്ത്രനും എങ്ങനെയെന്നുള്ള ആ രണ്ട് സംഗതികളിലും എൻ്റെ മനസ്സിന് സുഖമായിട്ടുള്ള സഞ്ചാരം സിദ്ധിച്ചു. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനത്തിൽ സാ മായ നിവൃത്തിധർമ്മേണ വാസുദേവ അത് പറഞ്ഞു. അപ്പോൾ യദേശ്വരേ ഇന്ദ്രിയോപരമോ ഭവേ തഥാ ക്ലേശ വിലീയന്തേ. ആ ഈശ്വരനിൽ ആ ഇന്ദ്രിയങ്ങളെ ഉപരമിച്ചാൽ അവിടെ ആ ക്ലേശങ്ങളെ വിലയനം പ്രാപിക്കുന്നു എന്നർത്ഥം. ഇത് ഈശ്വരേ ഇന്ദ്രിയോപരമോ ഭവേ തഥാ ക്ലേശ വിലീയന്തേ എന്നിട്ട് ഹരിഗുണാനുവാദ ശ്രവണം, ഹരിഗുണാനുവാദങ്ങളുടെ ശ്രവണം ച സർവക്ലേശനാശം കരോതി. ആ ഹരിയുടെ ഗുണവാദങ്ങളെ കേൾക്കുക പറയുക ഒക്കെ ചെയ്താൽ അത് സർവക്ലേശങ്ങളുടെയും നാശങ്ങളെ ചെയ്യുന്നു. ഹരിഗുണാനുവാദ ശ്രവണം ച സർവക്ലേശനാശം കരോതി കിം പുനസ്തച്ചരണ സേവ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചരണസേവയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് വിതുരവാച, വിതുരൻ പറയണ, ഹേ മൈത്രേയ, ഈശസ്യ കർത്തൃത്വാദി ജീവസ്യ സംസാരഃ ഇദം കഥം ഏവം യ സംശയം സതു ഗതഃ. ഈശ്വരൻ്റെ ആ കർത്തൃത്വാദി ഭാവങ്ങൾ, അതായത് അസ്വാതന്ത്ര്യമില്ലാത്ത ഭാവങ്ങൾ, ജീവസ്യ സംസാരഃ ഈശ്വരൻ്റെ ക്രിയകൾ, സ്വാതന്ത്ര്യം, ജീവസ്യ സംസാര ജീവൻ്റെ സംസാരമാകുന്ന ആ ബന്ധനങ്ങൾ, ഈശ്വരൻ്റെ ബന്ധമില്ലായ്മ, ഇതം കഥം ഇവിടെ പറഞ്ഞത് ഏവം സ അതൊക്കെ എനിക്ക് സംശയ സതു ഒരു സംശയവുമില്ലാതെ കണ്ട് മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടി സമായ നിവൃത്തിധർമ്മേണ വാസുദേവ കൃപയാ ഭക്തിയോഗേന ച ശനൈ സ്ഥിരോധത്തെ യദേശ്വരേ ഇന്ദ്രിയോപരമോ ഭവേത് തദാ ക്ലേശാവിലീയന്തേ ഹരിഗുണാനുവാദഃ ശ്രവണം ച സർവക്ലേശനാശം കരോതി കിം പുനസ്തച്ചരണസേവാ. വിതുര ഉവാച, ഹേ മൈത്രേയ, ഈശസ്യ കർത്തൃത്വാദി ജീവസ്യ സംസാരഃ ഇദം കഥം ഏവം യഃ സംശയഃ സതു ഗതഃ. 16ാമത്തെ ശ്ലോകം. സാധ്വേതദ്വ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേഃ ആഭാത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം ന യദ്ബഹിഃ. സാധ്വേതദ്വ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേഃ ആഭാത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം ന യദ്ബഹിഃ. അലയോ വിദ്വൻ, ഹേ വിദ്വൻ, ഇത് ആത്മമായനം ആഭാതി, ഹരിയുടേതായിരിക്കുന്ന മായയെ ആശ്രയിച്ചിട്ടുള്ളതാണ് ആ ജീവന്റെ ബദ്ധത്വവും ഈശ്വരന്റെ സ്വാതന്ത്ര്യവും. അപാർത്ഥം സത്യമല്ലാത്തതും നിർമൂലം അടിസ്ഥാനരഹിതം ഇല്ലാത്തതുമാണ് ഇതിൻ്റെ കാരണം. ആ മായയുടെ കാരണം അടിസ്ഥാനരഹിതവും സത്യം അല്ലാത്തതും ആയതുകൊണ്ട് ബഹിഹി മായാമോഹമല്ലാതെ ഇതിത്വയാ സാധുവ്യാകൃ ലോകത്തിൻ്റെ മൂലമായിട്ട് ഒന്നും ഇല്ല. അങ്ങയാൽ അത് വ്യക്തമാക്കപ്പെട്ടു. അപ്പം ലോകത്തിന് കാരണം ആ ഭഗവാന്റെ മായയുടെ അവസ്ഥയാണ്, ഹരിയുടെ മായയെ ആശ്രയിച്ചുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാധ്വേതദ്വ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേഃ
ആഭാത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം നയദ്ബഹിഃ. അപ്പൊ ഹേ വിദ്വൻ, അല്ലയോ വിദ്വൻ, ഏതത് ഇത് ഹരേഹെ ആത്മമായായനം ആഭാതി, ഹരിയുടേതായിട്ടുള്ള മായയെ ആശ്രയിച്ചുള്ളതാണ്. ഹരേഹെ ആത്മമായായനം ആഭാതി, ഹരിയുടേതായിട്ടുള്ള മായയെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അപാർത്ഥം സത്യമല്ലാത്തതും നിർമൂലം അടിസ്ഥാനമില്ലാത്തതും ആണ്. യത് കാരണം ബഹിഹി മായാമോഹമല്ലാതെ വിശ്വമൂലം നൈതി ത്വയാ സാധു വ്യാഹൃതം ലോകത്തിന്റെ മൂലമായിട്ട് ഒന്നുമില്ലെന്ന് അങ്ങയാൽ തന്നെ വ്യക്തമാക്കപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ വിദ്വൻ, അല്ലയോ വിദ്വൻ, ഏതത് ഇത് ഹരേഹെ ആത്മമായായനം ആഭാതി, ഹരിയുടേതായിരിക്കുന്ന മായയെ ആശ്രയിച്ചുള്ളതാണ്. അപാർത്ഥം സത്യമല്ലാത്തതും നിർമൂലം അടിസ്ഥാനമില്ലാത്തതുമാണ്. യത് അത് കാരണം ബഹിഹി മായാമോഹമല്ലാതെ വിശ്വമൂലം ന ഇതി ത്വയാ സാധു വ്യാഹൃതം ലോകത്തിന്റെ മൂലമായി ഒന്നുമില്ലെന്ന് അങ്ങയാൽ വ്യക്തമാക്കപ്പെട്ടു. അപ്പൊ ഇതിലത്തെ അന്വയം ഹേ വിദ്വൻ ഏതൽ ഹരേഹെ ആത്മമായായനം ആഭാതി അപാർത്ഥം നിർമൂലം യത് ബഹിഹി വിശ്വമൂലം ന ഇതി ത്വയാ സാധു വ്യാഹൃതം. എന്നുകൂടി പറയാം. ഹേ വിദ്വൻ ഏതത് ഹരേഹെ ആത്മമായായനം ആഭാതി അപാർത്ഥം നിർമൂലം യത് ബഹിഹി വിശ്വമൂലം ന ഇതി ത്വയാ സാധു വ്യാഹൃതം. അപ്പൊ ഇതിലത്തെ അർത്ഥം വരുന്നത്, അല്ലയോ വിദ്വൻ, ഇത് ആ ഹരിയുടെ മായയെ ആശ്രയിച്ചിട്ടുള്ളതാണ്, സത്യമല്ലാത്തതും അടിസ്ഥാന ഇല്ലാത്തതും ആണ്. കാരണം മായാമോഹമല്ലാതെ ലോകത്തിന്റെ മൂലമായിട്ട് ഒന്നുമില്ലെന്ന് അങ്ങയാൽ വ്യക്തമാക്കപ്പെട്ടു. അല്ലയോ വിദ്വൻ, ഇത് ആ ഹരിയുടെ മായയെ ആശ്രയിച്ചിട്ടുള്ളതാണ്, സത്യമല്ലാത്തതും അടിസ്ഥാനമില്ലാത്തതും ആണ്. കാരണം മായാമോഹമല്ലാതെ ലോകത്തിന്റെ മൂലമായിട്ട് ഒന്നും ഇല്ലെന്ന് അങ്ങയാൽ വ്യക്തമാക്കപ്പെട്ടു. ജീവൻ ഈശ്വരൻ സ്വതന്ത്രനും ജീവൻ ബദ്ധനും ആകുന്നത് എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കി. മായയുടെ സ്വഭാവം മനസ്സിലായി. അതാണ് വിശ്വത്തിന്റെ മൂലകാരണം. ഭഗവാനിൽ നിന്നും വേറിട്ടു നിന്നാൽ മായ അസമർത്ഥം ആയും ഭവിക്കുന്നു. ഈ ലോകത്തിൽ മഹാമൂഢനായവനും പരമജ്ഞാനിയായവനും സുഖമാണ്. അവർക്ക് രണ്ടാൾക്കും മാത്രമേ സുഖമുള്ളൂ എന്നർത്ഥം. അത് അടുത്തതിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ അർത്ഥം കൂടി നോക്കാം. ഈ 16ാമത്തെ ശ്ലോകത്തിന്റെ വിദ്വൻ, ഭഗവാൻ ജീവജാലങ്ങളെ മോഹിപ്പിക്കുന്ന മായയെ ആശ്രയിച്ചാണ് മിഥ്യയായിട്ടുള്ള ഈ സംസാര പ്രീതി എന്ന് പറഞ്ഞത് ശരി തന്നെ. എന്തെന്നാൽ സംസാരത്തിലെ ഈ തോന്നൽ മിഥ്യയും സർവത്തിനും മൂലവുമായിട്ടുള്ള അജ്ഞാനവും അല്ലാതെ മറ്റൊന്നും അല്ല. ഹേ വിദ്വൻ, ഭഗവാന്റെ അംശമായിരിക്കുന്നുവെങ്കിലും ജീവന് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയും അതോടുള്ള ചേർച്ചയും ദേഹാദികളോടുള്ള അധ്യാസം നിമിത്തം മാത്രമല്ലാതെ പരമാർത്ഥമായിട്ടുള്ള കാരണം മറ്റൊന്നും ഇല്ല. അതുകൊണ്ട് ദേഹധർമ്മങ്ങളായിട്ടുള്ള സുഖദുഃഖാദി ജീവധർമ്മം എന്ന പോലെ വിളങ്ങുന്നു. ഈ കാരണത്താൽ തന്നെ ലോകവും വിളങ്ങുന്നു. വാസ്തവത്തിൽ ശ്രീഹരിയിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നും ഇല്ല. വിഷ്ണുമായാവിലാസത്തിൽ ഈ വിധം കാണപ്പെടുന്നുവെന്നുള്ള സംഗതി നിന്തിരുവടിയാൽ സ്പഷ്ടമായിട്ട് ഇവിടെ പറയപ്പെട്ടു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വരുന്നത്, ഭഗവൽ പാദയോഹോ പ്രേമോത്സവഃ സംസാരം നാശേതി. ഭഗവാന്റെ ആ പാദത്തിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ആ സംസാരനാശം ഉണ്ടാവുന്നു. ഭഗവൽ പാദയോഹോ പ്രേമോത്സവം സംസാരം നാശയതി.
ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.